നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നിപ്പ ബാധയിൽ വിറങ്ങലിച്ച് മലപ്പുറം ജില്ല. നിപ്പ ബാധിച്ച് യുവാവ് മരിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. തിരുവാലി പഞ്ചായത്തിൽ 4 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 1 വാർഡും കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. നിലവിൽ 4 പേർ നിപ്പ ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ജാഗ്രതാ നടപടികൾ വിലയിരുത്തും. വീടുകൾ കയറിയിറങ്ങി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. തിരുവാലി പഞ്ചായത്തിലെ 4 മുതൽ 7 വരെയുള്ള വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡുമാണ് കണ്ടെയ്ൻമെന്റ് സോണായി തീരുമാനിച്ചിരിക്കുന്നത്. മേഖലയിൽ പ്രോട്ടോകോൾ പ്രകാരം നിയന്ത്രണങ്ങളുണ്ടാകും. തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. നിലവിൽ 151 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവർ ആശുപത്രിയിലാണ്. കഴിഞ്ഞ ആഴ്ചയാണ് 24-കാരൻ മരിച്ചത്. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് നിപ്പ വൈറസ് ബാധയുണ്ടെന്ന സംശയം രൂപപ്പെട്ടത്. ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഫലം പോസിറ്റീവായി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലം കൂടി വന്നതോടെ നിപ്പ സ്ഥിരീകരിക്കുകയായിരുന്നു. നിപ്പ സ്ഥിരീകരിച്ച മലപ്പുറം തിരുവാലിയിൽ ഇന്ന് ആരോഗ്യവകുപ്പിന്റെ സർവേ ആരംഭിക്കും. വീടുകൾ കയറിയിറങ്ങിയാണ് സർവേ നടത്തുന്നത്. രോഗലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയാണ് ആരോഗ്യവകുപ്പിന്റെ ഈ വമ്പൻ ഓപ്പറേഷൻ. മരിച്ച വിദ്യാർത്ഥിയുടെ യാത്രയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് ഇന്ന് പ്രസിദ്ധീകരിക്കും. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും സമീപത്തെ മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണായി ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരുന്നു. ഈ സ്ഥലങ്ങളിൽ നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർഡുകളിൽ ഇന്നത്തെ നബിദിന ഘോഷയാത്രയ്ക്കും വിലക്കുണ്ടാകും. തിരുവാലി പഞ്ചായത്തിലാകെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇന്നലെ രാത്രിയോടെ മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ജനങ്ങൾ സുരക്ഷിതരായിരിക്കണമെന്നും കൃത്യമായ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പ് വന്നിട്ടുള്ളത്. പഞ്ചായത്തിലുള്ളവർ ആഘോഷങ്ങളും കൂട്ടുകൂടുന്നതും ഒഴിവാക്കണം. ഒത്തുചേരലുകൾ പരമാവധി ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയായ യുവാവ് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളെ തുടർന്നാണ് നാട്ടിലെത്തിയത്. തുടർന്ന് ഒരാഴ്ചയോളം ചികിത്സയിലായിരുന്നതായിട്ടാണ് വിവരം. കഴിഞ്ഞ തിങ്കളാഴ്ച പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലാണ് യുവാവ് മരണപ്പെട്ടത്. 23 വയസ്സുകാരനായ യുവാവിന്റെ രക്തസാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ നിപ്പ പോസിറ്റീവായി സ്ഥിരീകരിച്ചു. സെപ്റ്റംബർ 9-നാണ് പെരിന്തൽമണ്ണയിലെ MES മെഡിക്കൽ കോളേജ് വെച്ച് യുവാവ് മരിച്ചത്. ഇന്നലെ സാമ്പിൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിൽ നടത്തിയ PCR പരിശോധനയിൽ ഫലം പോസിറ്റീവ് ആവുകയും ചെയ്തിരുന്നു. തുടർന്ന് സ്ഥിരീകരണത്തിനായി പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിൾ അയച്ചു. അവിടെ നിന്നുള്ള ഫലവും പോസിറ്റീവായിരുന്നു. മലപ്പുറം വണ്ടൂർ നടുവത്ത് സ്വദേശിയായ യുവാവ് ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. കാലിന് അസുഖമായതോടെ നാട്ടിലെത്തി. പിന്നാലെ യുവാവിന് പനി ബാധിക്കുകയായിരുന്നു. പനി മാറാതെ വന്നതോടെയാണ് പെരിന്തൽമണ്ണയിലെ MES മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. മഞ്ഞപ്പിത്തം ബാധിച്ചെന്നായിരുന്നു ആദ്യം കരുതിയത്. പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെ പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള രക്തസ്രവത്തിൻ്റെ ഫലം കാത്തിരിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ്. യുവാവ് പോകാനിടയുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള റൂട്ട് മാപ്പ് ഇന്ന് പ്രസിദ്ധീകരിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. നന്ദില ജിമാർട്ട് ബെൻസ ഓഫർ. ഗോപു നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും